കേരള സർവകലാശാലയിൽ 4ാം സെമസ്റ്റർ ക്ലാസ് തുടങ്ങും മുമ്പേ 4ാം സെമസ്റ്റർ പരീക്ഷ നടത്താൻ തീരുമാനം. ഒറ്റ ക്ലാസ് പോലും നടത്താതെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. ജൂലൈ 21-ന് പരീക്ഷ തുടങ്ങും എന്നാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 3ാം സെമസ്റ്റർ പരീക്ഷ ജൂലൈ 28-നാണ് തീരുന്നത്. നമുക്കും കറന്റ് തേർഡ് സെമസ്റ്റർ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. 14-ാം തീയതിയാണ് തിയറി എക്സാം തീരുന്നത്. അതുപോലെ തന്നെ 28-ാം തീയതി തേർഡ് സെമസ്റ്ററിന്റെ ഇന്റേൺഷിപ്പ് വൈവേ ഉണ്ട്. അപ്പം ഈ ഇന്റേൺഷിപ്പ് വൈവേക്ക് മുമ്പ് തന്നെയാണ് ഫോർത്ത് സെമസ്റ്റർ എക്സാം സ്റ്റാർട്ട് ആവുന്നത്. 21-ാം തീയതിയാണ് അവർ പറയുന്നത് ഫോർത്ത് സെമസ്റ്റർ എക്സാം സ്റ്റാർട്ട് ആവുന്നതെന്ന് പറയുന്നത്. കൃത്യമായ ഒരു 6-7 ദിവസം എന്തോ ഒരു ഗ്യാപ്പുള്ളൂ. നമ്മൾ തേർഡ് സെമസ്റ്റർ എക്സാം കഴിഞ്ഞ് ഫോർത്ത് സെമസ്റ്റർ ക്ലാസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് എക്സാം നടത്തേണ്ടത്. നമുക്കിതൊരു ക്ലാസ്സും തുടങ്ങിയിട്ടില്ല. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്നും നമ്മുടെ കോളേജിലോട്ട് കമ്മ്യൂണിക്കേറ്റും ചെയ്തിട്ടില്ല. ഇന്നലെയാണ് കോളേജിലോട്ട് കുട്ടികൾ ഏതൊക്കെയാണ് എലക്റ്റീവ് എടുക്കുന്നത്, നമ്മുടെ സ്റ്റുഡൻസ് ഏതൊക്കെയാണ് എലക്റ്റീവ് എടുക്കുന്നതെന്ന് അവർ നോട്ടിഫിക്കേഷൻ കൊടുത്തത്. അപ്പം ഇന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മളെടുത്ത് നോക്കിയപ്പം പറയുന്നത് ഇപ്പം അടുത്ത ആഴ്ച എക്സാമാണ്. നമുക്കിത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ക്ലാസ്സും നമുക്കിനി പ്രോജക്റ്റ് ഉണ്ട്. പ്രോജക്റ്റ് നമുക്ക് വെളിയിൽ പോയി ചെയ്യണം, അത് നമുക്ക് പ്രിന്റ് ചെയ്യണം, പ്ലേഗറിസം ചെക്ക് ചെയ്യണം, കുറേ പ്രോസസ്സ് ഉണ്ട്. അതിനൊന്നും നമുക്ക് ഈ 7 ദിവസം സമയം പോരാ. ഈ ക്ലാസ് കിട്ടാൻ നമുക്ക് പഠിക്കാനും പറ്റൂല. നമുക്ക് ഈ എന്ന് പറയുമ്പം എലക്റ്റീവ്സ് എടുത്ത് നമ്മൾ മാറി മാറി പഠിക്കുന്നത്, ഒരു MBA ആണെങ്കിൽ അതിനകത്ത് സബ്ജക്ട്സ് വരെ മാറി മാറി പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിൽ ഫിനാൻസ് ഉണ്ട്, അപ്പോൾ ഈ പ്രോബ്ലം പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ 7 ദിവസം എന്ന് പറയുന്നത് ആ ദിവസം കൊണ്ട് എല്ലാ സബ്ജക്ട്സും പ്രോബ്ലം പഠിച്ചെടുക്കാൻ പറ്റണമെന്നില്ല. തിയറി ആണെങ്കിൽ നമുക്ക് ഓക്കെ, ചിലപ്പം വായിച്ച് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവും. പക്ഷേ പ്രോബ്ലം പേപ്പേഴ്സ് അങ്ങനെയല്ലല്ലോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ക്ലാസ് കിട്ടണം. അപ്പോൾ അതിനുള്ള സമയം ഇവർ തരണമെന്നാണ് നമ്മൾ പറയുന്നത്. ഹാൻസ് ജോൺ ചേർന്നു വിവരങ്ങളുമായി. ഹാൻസ്, തികച്ചിനി 1 മാസം പോലുമില്ല. അതിനു മുമ്പ് വേണം ഇനി സെമസ്റ്റർ തുടങ്ങാൻ. കുട്ടികളെ പഠിപ്പിക്കണം, കുട്ടികൾക്ക് പഠിക്കണം. അപ്പോൾ ഈ ഓടിപ്പിടിച്ചുള്ള പരീക്ഷ എന്തിനാണ് എന്നാണ് കേരള സർവകലാശാല പറയുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം നമ്മൾ തേടിയിട്ടുണ്ടോ? തീർച്ചയായും ലക്ഷ്മി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. സർവകലാശാല അധികൃതർ നൽകുന്ന വിശദീകരണം മറ്റൊന്നുമല്ല. ഇതിനോടകം തന്നെ 4ാം സെമസ്റ്ററിൻ്റെ ക്ലാസുകൾ മിക്ക കോളേജുകളിലും നൽകി കഴിഞ്ഞിട്ടുണ്ട്. പാരലലി അക്കാദമിക് കലണ്ടർ അനുസരിച്ച് ജൂലൈ മാസത്തിൽ ഇവരുടെ പരീക്ഷ അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് ഇവർക്ക് ബിരുദ സർട്ടിഫിക്കറ്റ് നൽകാനുണ്ട്. അക്കാദമിക് കലണ്ടർ ഇത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഈ വിവരം വിദ്യാർത്ഥികളെ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്രകാരം തന്നെയാണ് ഈ ജൂലൈ മാസം പരീക്ഷ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. പക്ഷേ അതേസമയം വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് തങ്ങൾക്ക് 4ാം സെമസ്റ്റർ ക്ലാസുകളൊന്നും തന്നെ നൽകിയിട്ടില്ല. 3ാം സെമസ്റ്റർ പരീക്ഷ നടക്കുകയാണ്. മെയ് മാസമാണ് 3ാം സെമസ്റ്ററിൻ്റെ പരീക്ഷ ആരംഭിച്ചത്. അത് ജൂലൈ 28-നെ പൂർത്തിയാകൂ. പക്ഷേ അതിനു മുമ്പ് തന്നെ ജൂലൈ 21-ന് 4ാം സെമസ്റ്റർ പരീക്ഷ തുടങ്ങാനാണ് സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നത്. ഇന്ന് ഇപ്പോൾ സർവകലാശാലയിലെ പരീക്ഷാ കൺട്രോളർക്ക് ICM കോളേജ്, തിരുവനന്തപുരത്തുള്ള കോർപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്, പരീക്ഷാ കൺട്രോളർക്ക് പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ അതേസമയം ഈ നിലപാടിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു നീക്കത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് തന്നെയാണ് സർവകലാശാല വ്യക്തമാക്കുന്നത്. തങ്ങൾ ഓൾറെഡി എല്ലാ കോളേജുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് 4ാം സെമസ്റ്റർ ക്ലാസുകൾ 3ാം സെമസ്റ്ററിനോടൊപ്പം തന്നെ നൽകണമെന്ന്. അതിനോടൊപ്പം തന്നെ മിക്ക കോളേജുകളും ഇത്തരത്തിൽ ക്ലാസുകൾ നൽകി കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജൂലൈ 21-ന് പരീക്ഷ ആരംഭിക്കുമെന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ സർവകലാശാല അധികൃതർ പ്രതികരിക്കുന്നത്. ലക്ഷ്മി, ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്.